ലഹരിക്കെതിരെ 24 നടത്തുന്ന വലിയ ഒരു പോരാട്ടത്തിന് വയനാട്ടിൽ നിന്നും ആളുകൾ അണിചേരുകയാണ്. ആ പോരാട്ടത്തിനൊപ്പം അവരുമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. SKNet 40യുടെ ഭാഗമായി ലഹരിക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതിന്റെ ഭാഗമാവുകയാണ് അവരും. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അത്രത്തോളം ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇത് ഒരു തുടക്കം മാത്രമാക്കാതെ 24 പോലുള്ള ചാനൽ ഇതൊരു തുടർ യജ്ഞമായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് അഭിപ്രായം. കാരണം ഇത് ഏത് ചാനലായാലും നമ്മൾ നോക്കുമ്പോൾ, ഏത് മാധ്യമമായാലും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളരെ ആവേശത്തോടെ ഇറങ്ങി പുറപ്പെടുകയും പിന്നെ മറ്റേതെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പതിവാണുള്ളത്. അത് മാറ്റിയെടുക്കണം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് ശക്തമായി നമ്മൾ ഒന്നിച്ചിറങ്ങിയാൽ തന്നെ ഇത് നിൽക്കുകയുള്ളൂ. ഇത് 24ൻ്റെ നല്ലൊരു എല്ലാം നല്ല തന്നെയാണ്. ഇത് നല്ലൊരു പ്രചാരണം ആണിത്. ഈ പ്രചാരണം നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ എല്ലാ സ്കൂളുകളും തന്നെ കേന്ദ്രീകരിച്ച് എത്രയോ കാലത്തെ പരിചയം കൊണ്ട് പറയാണ്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മരുന്ന് വിൽപ്പന വ്യാപകമാണ്. വയനാടും അതിൽ നിന്ന് വിഭിന്നമല്ല. ആ രീതിക്ക് മാറ്റം വരണമെങ്കിൽ തോളോട് തോളുരുമി സമൂഹം മൊത്തമായും സ്ത്രീ സമൂഹം ഒക്കെ തന്നെ അതിന് എതിരെ പ്രതികരിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് നമ്പറുകൾ ഇപ്പം തന്നിട്ടുണ്ട്. എക്സൈസ് ആയാലും പോലീസ് ആയാലും പിന്നെ ചാനലായാലും അവർക്കൊക്കെ ആ വിവരം കൊടുക്കാനുള്ള ആർജവം കൂടി സമൂഹം കാണിക്കണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലഹരിയിൽ നിന്ന് സമൂഹത്തെ ദൂരേക്ക് വലിച്ചെറിയാൻ അല്ലെങ്കിൽ പിടിച്ചു വലിക്കാൻ നമുക്കാവുന്നതാണ്. ഈ ഹരിത ഗ്രന്ഥാലയം, പത്മപ്രഭ ഹരിത ഗ്രന്ഥാലയം 17 കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ ഈ രീതിയിലുള്ള ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയതാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇക്കാര്യം പറഞ്ഞ സമയത്ത് ഞങ്ങൾ 3-4 നടത്തിയതിൻ്റെ ഇതിങ്ങനെ പറയുകയുണ്ടായി. ആ രീതിയിൽ നമ്മളിത് ഒരു തുടക്കമല്ല, നമ്മളിത് തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലേ ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം 24ൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്? അത്രത്തോളം ഒരു ലഹരിയുടെ ഒരു പ്രശ്നം ഇപ്പൊ സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ അല്ലേ ഇപ്പൊ കാണുന്നത്? 2 ആൺമക്കളുടെ അമ്മ എന്ന നിലയിൽ ഇന്നത്തെ വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് ഭയത്തോടു കൂടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 24ൻ്റെ ഈ ഒരു പ്രവർത്തനം വളരെയേറെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ നശിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളും വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി 24നൊപ്പം ചേരും. അതെ, ആരും മനസ്സിലാവുന്നില്ല. നമുക്ക് നമ്മുടെ കുട്ടികളിൽ വരുന്ന മാറ്റം പോലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത് നിർത്തേണ്ടത് നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടേതും കൂടിയിട്ടായിട്ടുള്ള ഒരു വലിയൊരു മിഷനായിട്ട് തന്നെയാണ് നമ്മളും കാണുന്നത്. ഇപ്പോൾ ഇത് എക്സൈസും പോലീസും മാത്രമല്ല, നിയമത്തിനൊക്കെ അപ്പുറം ആളുകൾ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ പ്രതിജ്ഞ ചൊല്ലിയ ആളുകൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ ഒരു യജ്ഞത്തെ കാണുന്നത്? ഇപ്പോൾ യുവാക്കൾക്കിടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ലഹരി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് സിനിമകളിലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു വലിയൊരു പേടിയായി മാറിയിരിക്കുകയാണ്. ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നുള്ള ഒരു പേടിയൊക്കെ നമ്മൾക്കുള്ളിലുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ലഹരിക്ക് പുറകെ പോകാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക, അതിൽ ലഹരി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇപ്പം മലയാളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ചാനലുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് എന്തുകൊണ്ടും ഞങ്ങളെ സംബന്ധിച്ചും ഇതിനെതിരെ പോരാടുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ അതെ, വിദ്യാർത്ഥികൾക്കിടയിലും അത് വലിയ രീതിയിൽ വ്യാപിക്കുന്നു. അത് യുവതലമുറയെ ശരിക്കും അത് ഇല്ലാണ്ടാക്കുകയാണ്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ കലാപരമായി കായികപരമായി പല കാര്യങ്ങളും ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഇതിന് അടിമപ്പെട്ട് നമ്മൾ ഇതിൻ്റെ രസത്തിന് പുറകെ പോയി നമ്മളുടെ ഭാവി അല്ലെങ്കിൽ നമ്മളുടെ ആ ചിന്തിക്കാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊരിക്കലും നമ്മളുടെ രാജ്യത്തിന് ഒന്നും നല്ലതല്ല. അപ്പം നമുക്ക് നല്ലൊരു തലമുറ വേണം. അപ്പോൾ ഈ ഒരു ലഹരിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ ഒരു നല്ല തലമുറ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ SKNനൊപ്പം ഞങ്ങളും ഇറങ്ങുകയാണ്, ഞങ്ങളും വരികയാണ് കൂടെ. യെസ്, വയനാട്ടിൽ നിന്നുള്ള പിന്തുണയാണ് അവരുടെ ഉറപ്പാണിത്. ലഹരിക്കെതിരെയുള്ള SKNet 40 എന്നുള്ള നമ്മുടെ ഈ പരിപാടിക്കുള്ള എല്ലാ പിന്തുണയും അവർ പറയുകയുമാണ്. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു.
നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.